ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവിക ആലോചന ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. തക്ക സമയത്ത് നിവൃത്തി വരുത്തുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും എന്നുത്തരം പറയും. സക്രിയ പുരോഹിതനോട് യഹോവയായ ദൈവം ഗബ്രിയേലിലൂടെ പറയുന്നൊരു ദൂതാണ്, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. മാത്രമല്ല ആ തലമുറയെക്കുറിച്ച് വലിയ ആലോചന അവന് കൈമാറുന്നുണ്ട്. ഇങ്ങനെയാണ്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ആ തലമുറയുടെ ജനനത്തിൽ പലരും സന്തോഷിക്കും. നോക്കണം, വലിയ ഒരു ദൂത്, തനിക്കൊരു മകൻ ജനിക്കും, ആ മകൻ ആരായിത്തീരും, ഒക്കെ ഒരു വലിയ ദൂത് സഖരിയാവിനോട് ഗബ്രിയേൽ ദൂതൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയാതെ ഗബ്രിയേൽ ദൂതനോട് സഖരിയാവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണ്, ഇത് എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇതിന് മറുപടിയായിട്ടാണ് ദൂതൻ പറയുന്ന വാക്കാണ് നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. തക്ക സമയത്ത് നിവൃത്തി വരുത്തുവാനുള്ള എൻ്റെ വാക്ക്. അപ്പോൾ ദൈവ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വാഗ്ദത്വം, അത് നിവൃത്തി വരേണ്ട വാഗ്ദത്വം. അവിടെ എഴുതിയിരിക്കുന്നത് നിവൃത്തി വരുത്തുവാനുള്ള എന്ന് വെച്ചാൽ ആ പറഞ്ഞത് ദൈവമായതുകൊണ്ട് ദൈവം അത് നിവൃത്തിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് തക്ക സമയം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എൻ്റെ ചിന്തയ്ക്ക് അധിഷ്ഠിതമായ വാക്ക് നിവർത്തി വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ വാക്ക് എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് നിവർത്തി വരുത്തുന്ന വാക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വാക്കാണ്. അത് കേവലം അന്തരീക്ഷത്തിൽ അലിഞ്ഞ് മാറുന്നതല്ല. ഒന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തെ സംബന്ധിച്ചോളം നാം പഠിക്കുമ്പോൾ ആ വാഗ്ദത്വം പറയുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ അത് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. സക്കറിയാവ് വയസ്സ് ചെന്നവനും തൻ്റെ ഭാര്യ എലിസബത്ത് വയസ്സ് ചെന്നവളുമാണ്. പറയപ്പെട്ട ദൂത് നടക്കുവാനുള്ള സാഹചര്യം അവരുടെ ജീവിതത്തിലില്ല. എപ്പോഴും മനസ്സിലാക്കണം, ദൂത്, ദൈവീയ ആലോചന നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ സമയത്ത് അത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന മേഖലയിലായിരിക്കാം ആ ദൂത് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സക്കറിയാവ് അതുകൊണ്ടാണ് ഇതെങ്ങനെ, എന്തുകൊണ്ടിനാൽ ഞാൻ അറിയും, അല്ലെ എങ്ങനെ ഇത് സംഭവിക്കും എന്നുള്ള ചോദ്യം, അവിശ്വാസത്തിൻ്റെ വാക്ക് അവിടെ പറയാനിടയായിത്തീർന്നു. ആ തൻ്റെ സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോൾ ആ ദൂത് നടക്കാൻ ഒരു സാധ്യതയും തൻ്റെ ബൗദ്ധിക മേഖലയിൽ ഇല്ല എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, രണ്ടാമത്തെ ദൈവിക വാഗ്ദത്വത്തിൻ്റെ ഉള്ള ഒരു പ്രത്യേകത, വാഗ്ദത്വം ലഭിച്ചു കഴിയുമ്പോൾ വാഗ്ദത്വത്തിന് വിരോധമായി കാര്യങ്ങൾ ഓടുവാൻ തുടങ്ങും. ചിലരുടെ ജീവിതം വെച്ച് അത് പറഞ്ഞെങ്കിലേ ചിലപ്പോഴത് മനസ്സിലാകുകയുള്ളൂ. ഒന്ന്,
ജോസഫാണ്. നമുക്കറിയാം, ജോസഫ് 2 സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം തൻ്റെ പിതാവ് തന്നോട് പറഞ്ഞു കൊടുത്തു. ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ നമസ്കരിക്കുമെന്നാണോ നീ പറയുന്നത്? പക്ഷേ നോക്കണം, അപ്പൻ സ്നേഹിച്ചിട്ട അങ്കി പോലും ജ്യേഷ്ഠന്മാർ ഊരിയെടുത്തു. ആ സ്വപ്നം നടക്കാതിരിക്കാൻ ജ്യേഷ്ഠന്മാർ അവനെ കുഴിയിലിടുന്നു. പിന്നീട് ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിറ്റുകളയുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അവൻ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ പോകുന്നു, കാരാഗ്രഹത്തിൽ പോകുന്നു. ഇതെല്ലാം തൻ്റെ സ്വപ്നത്തിന് വിരോധമായാണ് കാര്യങ്ങൾ ഓടുന്നത്. അപ്പം താൻ എന്താണ് സ്വപ്നം കണ്ടത്, താൻ എന്താണ് വിചാരിച്ചത്, ആ സ്വപ്നത്തിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, സ്വപ്നം കൊടുത്തത് ദൈവമായതുകൊണ്ട് അത് പൊട്ടക്കിഴികൾ കുഴിയിലോ പൊത്തിപ്പേറിൻ്റെ വീട്ടിലോ ആ അടിമത്തത്തിൻ്റെ വസ്ത്രത്തിലോ അല്ല, കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലോ അത് അലിഞ്ഞു തീർന്നില്ല, നിവർത്തീകരിച്ചു. ഫറവോന്റെ സിംഹാസനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 2ാമനെന്ന അധികാരത്തിലേക്ക് ഉയർന്ന് നേർമയുള്ള ഫറവോൻ വസ്ത്രം കൊടുത്ത് തൻ്റെ മുദ്രമോതിരം തൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്ത് തന്നെ ബഹുമാനിക്കുന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താൻ കണ്ട സ്വപ്നം പോലെ തന്നെ ഹല്ലേലൂയ തൻ്റെ സഹോദരന്മാരും അപ്പനും അമ്മയും ഒക്കെ തന്നെ ബഹുമാനിക്കുന്ന നിലവാരത്തിലേക്ക് ആ ദൂത് എത്തിച്ചേർന്നു. അപ്പോൾ ദൈവം ഒരു ദൂത് കൊടുത്താൽ, ദൈവം ഒരു വാഗ്ദാനം കൊടുത്താൽ, ദൈവം ഒരു ആലോചന കൊടുത്താൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഗബ്രിയേലിലൂടെ പറയുകയാണ്, നിവർത്തി വരുത്തുവാനുള്ള എൻ്റെ വാക്ക്. അപ്പൊ ആ വാക്ക് നിവർത്തി വരുത്തേണ്ടതാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. നോക്കണം, ഇതിന്റെ 25 കൂടെ വായിക്കുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുക നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രായം ഇവിടെ പറയുന്നുണ്ട്. അവൻ ഏകദേശം 100 വയസ്സിനുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചു. അപ്പൊ നമ്മളിവിടെ നോക്കണം, നമ്മൾ ഈ സക്കറിയാവിനെ പോലെ തന്നെ വൃദ്ധനായ ഒരു മനുഷ്യനാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂതാണ്, സ്തോത്രം, ഒരു സന്തതി എന്നല്ല, നിന്റെ സന്തതിയുടെ ഒരു പെരുപ്പമെന്ന്. അപ്പൊ ആ ദൂത് കിട്ടപ്പെട്ട അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ഇവിടെ റോമാലേഖനം ആ ഹല്ലേലൂയ സ്തോത്ര വാഗ്ദത്തത്തെ ഒന്നുകൂടെ നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഉറപ്പിക്കുവാൻ വിശ്വസിക്കണം എന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറയുവാൻ, അതൊരു നീതീകരണത്തിന്റെ മേഖലയെന്ന് പറയാൻ, അബ്രഹാമിനത് നീതിയായി കണക്കിട്ടു എങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്കത് നീതിയായി കണക്കിടുമെന്ന് ഉറപ്പിക്കുവാൻ അബ്രഹാമിനെ എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, തൻ്റെ ശരീരത്തിന് നിർജീവത്വം, തൻ്റെ ഭാര്യയുടെ ശരീരത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് മാത്രമല്ല, സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്ത ദൈവത്തിന് മഹത്വം കൊടുത്തു. മാത്രമല്ല, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. നോക്കണം, സക്കറിയാവ് ഇവിടെ അവിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ
അബ്രഹാം ഇവിടെ വിശ്വസിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് ഇവിടെ നിർച്ചുക. ദൈവമക്കളെ, സാഹചര്യം ഒരു പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവിക വാഗ്ദത്തത്തെ വിശ്വസിക്കാനുള്ള സാധ്യതകളൊന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ അവിശ്വസിച്ചു പോകും. രണ്ട്, വാഗ്ദത്തം ലഭിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ വാഗ്ദത്തത്തിന് വിരോധമായി കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോഴും നമ്മൾ അവിശ്വസിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സെഖരിയാവിനെ പോലെ അവിശ്വാസം കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാതെ അബ്രഹാമിനെ പോലെ തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വവും തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തതുപോലെ നമുക്ക് നിവർത്തി വരുവാനുള്ള പ്രൈസ് ലോർഡ്, നിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. പുതിയ നിയമഭക്തനെ സംബന്ധിച്ചോളം അതവന് നീതിയായി കണക്കിടുമെന്ന്. അബ്രഹാമിന് നീതിയായി കണക്കിട്ടതുപോലെ നമുക്കത് നീതിയായി കണക്കിടും. പ്രൈസ് ലോർഡ്. നീതീകരണത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആദ്യത്തെ ചുവട്ടുപടി എന്നുള്ളത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളത്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം അവിശ്വസിക്കാതെ വിശ്വസിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ദൈവ വാഗ്ദത്തങ്ങൾ നിവർത്തി വരേണ്ട വാഗ്ദത്തങ്ങൾ. നിവർത്തി വരുത്തുന്നത് പറഞ്ഞ ദൈവമാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാകാം. ഒരു പക്ഷെങ്കിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായി ഹല്ലേലൂയ, സ്തോത്രം, ഓടിയെന്നിരിക്കാം. എന്നാലും ദൈവവാഗ്ദത്തങ്ങൾ നിവർത്തി വരേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിവർത്തി വരുത്തുന്നത് പറഞ്ഞ ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ഉവ്വ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിവർത്തി വരേണ്ട വാക്കുകളാണ്. എന്നാൽ സെഖരിയാവിന് തന്റെ സാഹചര്യം നോക്കി അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അബ്രഹാം തന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും പൂർണ്ണമായി വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. സ്വർഗത്തിലെ ദൈവമേ, പൂർണ്ണതയുടെ അളവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, അങ്ങയിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, അങ്ങയുടെ വാക്കുകളെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ ജനത്തിന് സഹായമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അവിശ്വാസങ്ങളും ജനഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിശ്വാസങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അതിലെ പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ അബ്രഹാമിനെ പോലെ പൂർണ്ണതയുടെ അളവിൽ വിശ്വസിച്ച് വാഗ്ദത്തം പ്രാപിക്കുവാൻ ഞങ്ങൾക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ നിവർത്തീകരിക്കുവാൻ ഈ പകൽക്കാലം വീണ്ടും ഇടയാക്കുന്നുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദിവജനത്തിൽ തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.